സുധിച്ചേട്ടനും ചേച്ചിയും കൂടെ ഒരുപാട് കടം മേടിക്കുമായിരുന്നു. 10-300 രൂപ 2022, 2020, 19, 18 സമയത്താന്ന് തോന്നുന്നു അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത്. ഇപ്പോഴും യൂട്യൂബിൽ കിടപ്പുണ്ട്. ഈ കടം മേടിച്ചെന്ന് പറയുമ്പോഴും അതിൻ്റെ സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ സുധിച്ചേട്ടൻ്റെ ഫാൻസ് അസോസിയേഷൻ എന്നുണ്ടായിരുന്നു. കൊല്ലം സുധി ഫാൻസ് അസോസിയേഷൻ, ഒരുപാട് പേരടങ്ങുന്ന ഫാൻസ് അസോസിയേഷൻ. അപ്പം അതിൽ കുറച്ച് കിച്ചു പഠിച്ചിരുന്ന സ്കൂൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നപ്പം, കിച്ചു ഇന്ന് 21 വയസ്സുള്ള കുട്ടിയാണ്, അന്ന് 14 വയസ്സേ ഉള്ളത്. 9ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നപ്പം ഒരു സ്കൂൾ, ഗവൺമെൻറ് സ്കൂളിൽ റാമ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസ കൊടുത്തു. ഇതിൻ്റെ പേര് സൂചിച്ചേണ്ട പേര്, അത് സൂചിച്ചേണ്ട സ്വന്തമായിട്ട് കൊടുത്തതല്ല. റാമ്പ് സെറ്റ് ചെയ്യാൻ, കാല് വയ്യാത്ത കുട്ടികൾക്ക് വീൽ ചെയറിൽ പോകാൻ വേണ്ടി റാമ്പ് സെറ്റ് ചെയ്യാൻ. ഈ പൈസയുടെ കാര്യങ്ങളൊക്കെയാണ് ഇവർ ഈ കടവായിട്ടും മറ്റേതും മറിച്ചതിലും. പിന്നെ ഒരു മനുഷ്യൻ, ഏതൊരു മനുഷ്യനാണെങ്കിലും ദേഷ്യം വരുമല്ലോ, ആവശ്യമില്ലാത്തതുകൊണ്ട് ദേഷ്യം വരും. സുധിച്ചേട്ടനും അത് ദേഷ്യം വന്നു. സുധിച്ചേട്ടൻ്റെ വോയിസും പുറത്ത് വിട്ട്, എൻ്റെ വോയിസ് എന്ന് പറഞ്ഞാൽ എൻ്റെ വോയിസ് വന്ന് പുറത്ത് വിട്ടായിരുന്നു. 2 വോയിസ്, അത് രണ്ടും അതിനകത്തൊരു സത്യമില്ലെന്നും അതിൻ്റെ സത്യാവസ്ഥകൾ അറിയാവുന്നവർക്കും അറിയാം. കടം മേടിച്ചു, അത് മേടിച്ചെന്നുള്ള അതിനെപ്പറ്റി ആ സമയത്ത് തന്നെ ഞങ്ങൾ അതിൻ്റെ സത്യാവസ്ഥ എല്ലാം പുറത്ത് വിട്ടിട്ടുള്ളതായിരുന്നു.